ഹേ ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. സോ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ODI T20 ടെസ്റ്റ് സീരീസുകൾ. ഇതിൽ നമ്മൾ ടെസ്റ്റ് സീരീസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നവർ ദയവായിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ആ ഒരു വീഡിയോയുടെ സമയം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമായതായിട്ട് തോന്നില്ല. കുറച്ച് ഫാക്റ്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ടെസ്റ്റ് സീരീസിൽ നമുക്കറിയാം, ആദ്യ മത്സരം ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തോൽക്കേണ്ടി വന്നു. നല്ലൊരു ദയനീയമായ തോൽവി തന്നെയായിരുന്നു. ഒരു ഇന്നിങ്സിനും റൺസിനും വെച്ചിട്ടാണ് നമ്മൾ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ വലിയൊരു ബൗൺസ് ബാക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. അതും കേപ്പ് ടൗൺ പോലൊരു സ്ഥലത്ത് ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചു. എന്നിരുന്നാലും ഈ ഒരു സീരീസിലേക്ക് വരുമ്പോൾ, ടെസ്റ്റ് സീരീസിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്ക്വാഡിലെ അപര്യാപ്തതകൾ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് യാഥാർത്ഥ്യം പോലെ തോന്നിയ ഒരു ടെസ്റ്റ് സീരീസ് തന്നെയായിരുന്നു ഇത്. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ചർച്ച ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, യങ്സ്റ്റേഴ്സിനെ അനാവശ്യമായിട്ട് ടീമിൽ ഓവർസീസ് മാച്ചുകളിൽ കുത്തിക്കയറ്റുന്ന അവരുടെ കോൺഫിഡൻസിനെ നല്ലതായിട്ട് തകർക്കും. അതായത് മാക്സിമം ഇന്ത്യയിൽ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക യങ്സ്റ്റേഴ്സിന്, ദെൻ ഓവർസീസ് എന്നൊരു പടി അവിടെ വെക്കുക. അല്ലാണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഓവർസീസിൽ കൊണ്ടുപോയി എക്സ്പീരിയൻസ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കരിയറിന് തന്നെ വലിയ ഇഷ്യൂ ആവുകയുള്ളൂ. ഈ പറയുന്ന നമ്മൾ തന്നെ 1, 2, 3 മത്സരങ്ങൾ യങ്സ്റ്റേഴ്സ് മര്യാദയ്ക്ക് കളിച്ചില്ല എങ്കിൽ, ഓവർസീസിൽ നമ്മൾ കളിച്ചില്ല എങ്കിൽ നമ്മൾ തന്നെ ഉറപ്പായിട്ടും കുറ്റം പറയും. അതിപ്പം നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ വരൂ. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ അവസരം കൊടുത്ത് കൂടുതൽ സെറ്റായി എടുക്കുക. സോ നമ്പർ 1 എന്ന് പറയുന്നത് യശസ്വി ജയ്സ്വാളാണ്. യശസ്വി ജയ്സ്വാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള 3 ഫോർമാറ്റ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം എല്ലാം ഭയങ്കര മോശമായിരുന്നെങ്കിലും ഇന്ന് ലാസ്റ്റ് ഇന്നിങ്സിൽ എത്രത്തോളം പെട്ടെന്നാണ് അഡാപ്റ്റ് ചെയ്തെടുത്ത് നല്ല അഗ്രസീവായിട്ടൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചു. അത് ഇന്ത്യയുടെ വിജയത്തിന് വലിയൊരു മുതൽക്കൂട്ടാകുകയും ചെയ്തു. സോ ഇപ്പോഴാണ് പുള്ളി ഒന്ന് സെറ്റായത്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് വന്ന് നല്ല രീതിയിൽ ഓവർസീസ് മത്സരങ്ങളിൽ കളിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഗ്രൂം ചെയ്തെടുക്കുക തന്നെയാണ് യശസ്വി ജയ്സ്വാളിനെ വേണ്ടത്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഗില്ല് ഓവർസീസ് ഗ്രൗണ്ടുകളിലേക്ക്, എസ്പെഷ്യലി സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള ദുർഘടം നിറഞ്ഞ പിച്ചുകളിലേക്ക് ചെല്ലുമ്പോൾ കുറച്ച് പ്രശ്നക്കാരനായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫ്ലാറ്റ് പിച്ചിലാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഗില്ലിനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻ ടെസ്റ്റ്. അങ്ങനെ തന്നെ പറയണം, ഇൻ ടെസ്റ്റ്. അല്പം ബൗൺസി ആയിട്ടുള്ള പിച്ചിലൊക്കെ ഗില്ല് നല്ല രീതിയിൽ പ്രശ്നക്കാരനാവുന്നുണ്ട്. അതുപോലെ തന്നെ WTCയിൽ നമ്മൾ കണ്ടതാണ് എന്താണ് ഗില്ലിന് കാണിക്കാൻ പറ്റാതെ പോയതെന്നൊക്കെ, മീൻസ് ഫൈനലിലൊക്കെ. അപ്പോൾ എന്തായാലും ഗില്ലെന്നുള്ള മാറ്റർ അവിടെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ശ്രേയസ് അയ്യർ. നമുക്കറിയാം, രഹാനെ പൂജാരെ ആ ഒരു സ്പോട്ടിലേക്കാണ് ഇപ്പോൾ ശ്രേയസ് അയ്യറിനെ ടീമിൽ ആ ഒരു പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓവർസീസിൽ കളിക്കുക എന്ന് മാത്രമല്ല, ഷോർട്ട് ബോളിൽ പുള്ളി ഭയങ്കര വീക്കാണ്. അല്പം ബൗൺസി ആയിട്ടുള്ള പിച്ചിൽ ഒരിക്കലും ശ്രേയസ് അയ്യറിനെ അവിടെ ട്രസ്റ്റ് ചെയ്ത് നിർത്താൻ സാധിക്കില്ല. അത് ഭയങ്കര മോശം കണ്ടീഷനാണ് പുള്ളിയുടെ ആ ഒരു ഷോർട്ട് ബോളിലുള്ള പ്ലേ നിലനിൽക്കുന്നത്. ഇന്ന് ആ ഒരു പൊസിഷനിൽ പുള്ളി വന്നിറങ്ങി അവസാന ഇന്നിങ്സിൽ പുള്ളിക്കെതിരെ ഷോർട്ട് ബോൾ എറിയുമ്പോഴെല്ലാം പുള്ളി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു പ്രസ് മീറ്റിലെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയോട് പത്ര റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു ഷോർട്ട് ബോളുകളിലെ പുള്ളിയുടെ വീക്ക്നെസ്സിനെ കുറിച്ച്. അപ്പോൾ പുള്ളി തിരിച്ച് ഭയങ്കര ആർഗ്യൂ ചെയ്ത് പുള്ളി, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിട്ട് പുള്ളി ചോദിക്കുന്നുണ്ട് തിരിച്ച്, ഞാൻ ഷോർട്ട് ബോളിൽ ഔട്ട് ആകുന്നത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ഷോർട്ട് ബോളിൽ 6 അടിക്കുന്നത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഷോർട്ട് ബോൾസിൽ ബൗണ്ടറി സ്കോർ ചെയ്യുന്നത് കണ്ടിട്ടില്ലെന്ന്. പക്ഷേ ആ പത്ര റിപ്പോർട്ട് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. കമൻട്രിയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോർട്ട് ബോൾ എന്നുള്ള വീക്ക്നെസ്സിനെ ശരിക്കും എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെറ്റർ സൈഡ് എന്ന് പറയുന്നത് സ്പിന്നേഴ്സിനെ നേരിടാൻ പറ്റുന്ന ആ ഒരു സൈഡാണ്. അതുതന്നെയാണ് അദ്ദേഹം കൂടുതൽ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതും. പക്ഷേ പേസ് ബോളേഴ്സിനെ നേരിടുമ്പോൾ ഈ ഒരു ഷോർട്ട് ബോൾ ഭയങ്കര ഒരു വീക്ക്നെസ് ആയിട്ട് തോന്നുന്നുണ്ട്. ബൗൺസി ആയിട്ടുള്ള പിച്ചിൽ നന്നായിട്ട് തന്നെ അയ്യര് തകരാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, ആദ്യ മത്സരത്തിൽ രോഹിത് ശർമ്മ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടായിരുന്നു തോന്നി. പക്ഷേ സെക്കൻഡ് മത്സരത്തിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് തോന്നി. എന്നാലും അദ്ദേഹത്തിൻ്റെ കംബാക്ക് നന്നായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കമ്പയർഡ് ടു ലാസ്റ്റ് സൗത്ത് ആഫ്രിക്കൻ സീരീസുകൾ പുള്ളി അല്പം കൂടി ബെറ്ററായിട്ടാണ് ഇന്നത്തെ ആ ഒരു മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു സെക്കൻഡ് ടെസ്റ്റ് സീരീസ് കളിച്ചിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വിരാട് കോഹ്ലി ഒന്നും പറയാനില്ല. ഓവർസീസ് മണ്ണിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗെയിം അല്ലെങ്കിൽ ആ ഒരു ടാലൻറ്റ് എപ്പോഴും അദ്ദേഹം കീപ്പ് ചെയ്യും. നമ്മുടെ ഇന്ത്യയുടെ ടോപ്പ് റൺ ഗെറ്ററാണ് പുള്ളി എന്ന് പറയുന്നത്. ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് 2 മാറ്റങ്ങളുമായിട്ടായിരുന്നു ഇന്ത്യ വന്നിട്ടുണ്ടായിരുന്നത്. അത് രണ്ടാം ടെസ്റ്റ് മത്സരത്തിലേക്ക് വന്നു. അതായത് ഒന്ന് എന്ന് പറയുന്നത് ഷാർദുൽ താക്കൂറിനെ മാറ്റുന്നു, അതോടൊപ്പം തന്നെ അശ്വിനെ മാറ്റുന്നു. പകരം വന്നത് ജഡേജയും മുകേഷും. സോ ഇവിടെ അശ്വിൻ ആയിരുന്നെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല, ബോളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും. കാരണം അത്രമാത്രം ദുർഘടം തന്നെയായിരുന്നു ഈ ഒരു പിച്ച് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, അവിടെ മുകേഷിനെ കൊണ്ടുവന്ന് നോക്കിയായിരുന്നു. പക്ഷേ പ്രസീദ് കൃഷ്ണയെ പിൻവലിച്ച് വേണമായിരുന്നു മുകേഷിനെ കൊണ്ടുവരാനാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കൊരു എക്സ്ട്രാ ബാറ്റിംഗ് ആളെ കൂടി ആ ഒരു ലൈനപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഷാർദുൽ താക്കൂർ അവിടെ നിലനിന്നിരുന്നെങ്കിൽ. കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് പ്രസീദ് കൃഷ്ണയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്തടത്തോളം, അതായത് ഓവർസീസ് ഗ്രൗണ്ടിൽ പുള്ളി കുറച്ചുകൂടി കളിച്ച് തെളിയാറുണ്ട്. എനിക്കിപ്പോഴും ഒരു പൂർണ്ണമായിട്ടൊരു ടെസ്റ്റ് പ്ലെയർ ആണെന്ന്, അതായത് ഒരു ടെസ്റ്റ് ബോളർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് അവസരം കൊടുക്കണമായിരുന്നു. പക്ഷേ അത് ഇന്ത്യൻ സീരീസുകളിൽ കുറച്ചുകൂടി അവസരങ്ങൾ കൊടുത്ത് ഈ ഗ്രൂം ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. അവിടെ ബെറ്റർ മുകേഷ് കുമാറിനെ കൊണ്ടുവന്നിട്ട് ഷാർദുൽ താക്കൂറിനെ കൂടി തന്നെ അവിടെ നിലനിർത്തുന്നതാണ്. ഷാർദുൽ താക്കൂറിൻ്റെ ബാറ്റിങ്ങിൽ കുറച്ചുകൂടി ഒരു ഡെപ്ത് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും
ഇപ്പോഴും ഞാൻ മിസ് ചെയ്യുന്ന ആൾക്കാരാണ് ഷമി. ഓഫ് കോഴ്സ് ഷമി ഇഞ്ചുറി കാരണമാണ് ഈ ഒരു സീരീസ് കളിക്കാത്തത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഉമേഷ് യാദവ്, ഇഷാന്ത് ശർമ്മ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റ് ടീമിൽ നിന്ന് ഇല്ലാണ്ടായിപ്പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് രഹാനെ, പൂജാര, വിഹാരിയൊക്കെ ഭയങ്കര ടാലൻ്റഡാണ്. ഈവൻ ODI T20 ഒന്നുമല്ല, പക്ഷേ ടെസ്റ്റിൽ പുള്ളിയുടെയൊക്കെ ലെവൽ എന്താണെന്ന് നമ്മൾ ശരിക്കും കണ്ടിട്ടുള്ളതാണ്. അത്രമാത്രം ബിഗ് ഇന്നിങ്സുകൾ കളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ തോൽവിയുടെ കുഴിയിൽ നിന്നും കരകയറ്റിക്കൊണ്ടെന്നുള്ള ബാറ്റ്സ്മാൻമാരാണ്. അത്രയ്ക്കും മോശം കണ്ടീഷനിൽ പോലും അവർ ഡിഫെൻഡ് ചെയ്ത് കളിക്കാൻ സാധിക്കുന്ന പ്ലേയേഴ്സാണ്. ഒന്ന് ഓർത്ത് നോക്കി, കോഹ്ലിക്കൊരു നല്ല പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെ മത്സരങ്ങളിൽ ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ അവസ്ഥയൊന്നും ആവുമായിരുന്നില്ല ആദ്യ ടെസ്റ്റിലൊക്കെ. സോ അത് വലിയൊരു ഫാക്ടർ തന്നെ. ആദ്യ ഇന്നിങ്സിൽ KL രാഹുൽ സെഞ്ചുറി അടിച്ച മത്സരത്തിൽ KL രാഹുലിന് ഒരു പാർട്ട്ണർഷിപ്പ് ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ആകുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. പൂജാര, വിഹാരി, അതോടൊപ്പം തന്നെ രഹാനെ പോലുള്ളവരുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ പറയുന്ന പോലെ തന്നെ ഒരുമിച്ച് യങ്സ്റ്റേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും വിള്ളലുകൾ ഉണ്ടാക്കുകയുള്ളൂ. അതിന് പകരം ഗ്രൂം ചെയ്ത് പതുക്കെ ഓരോരുത്തരെ വീതം കൊണ്ടുവന്ന് ടീം സെറ്റാക്കുക. ഉറപ്പായിട്ടും നമുക്ക് യങ്സ്റ്റേഴ്സ് വേണ്ട എന്നല്ല, പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവരെ പെട്ടെന്ന് തഴഞ്ഞു കഴിഞ്ഞാൽ സഡനായിട്ടുള്ള തോൽവികൾക്ക് അത് കാരണമാകും. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനെ കൂടുതൽ പരീക്ഷിക്കേണ്ടത് നമ്മുടെ സ്വന്തം ഹോം ഗ്രൗണ്ടുകളിലായിരിക്കണം. അല്ലാണ്ട് ഓവർസീസിൽ പോയി യങ്സ്റ്റേഴ്സിനെ പരീക്ഷിക്കാൻ നിൽക്കരുത്. ഗ്രൂം ചെയ്തെടുത്ത് വേണം തന്നെ ഓവർസീസിൽ കൊണ്ടുപോകാൻ. കാരണം അത് അവരുടെ കരിയറിനും വലിയൊരു പ്രശ്നമാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഇനി രഹാനെ, പൂജാര, അതുപോലെ വിഹാരി, ഉമേഷ് യാദവ്, ഇഷാന്ത് ശർമ്മയൊക്കെ ടീമിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം വളരെയധികം സംശയമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഇപ്പോഴും ഇവർ 3 ഫോർമാറ്റുകളിലേക്കും, T20 ഓക്കെ, പക്ഷേ ODIയിലേക്കും അതോടൊപ്പം തന്നെ ടെസ്റ്റിലേക്കും അതായത് BCCI ഇപ്പോഴും ഒരു ബ്രേക്ക് ത്രൂ നോക്കുന്നത് IPLൽ നിന്നാണ്. ഡൊമസ്റ്റിക് ലീഗുകൾ ഇത്രത്തോളം ബെറ്ററായിട്ട് നടക്കുന്ന ഒരു കാലത്ത് ഇവരെത്രമാത്രമാണ് IPLനെ ആശ്രയിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. ഈവൻ രഞ്ജി ട്രോഫി നോക്കിയെങ്കിലും മികച്ച രീതിയിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് പ്ലെയേഴ്സിനെ നോക്കിയെടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ഈ ഒരു ഡൊമസ്റ്റിക് ലീഗിൽ കാര്യമായിട്ട് ഡൊമസ്റ്റിക് ലീഗുകൾ നടക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് എത്ര പ്ലെയേഴ്സ് നാഷണൽ ടീമിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ തെറ്റുണ്ടായിരിക്കാം, ഉറപ്പായിട്ടും തെറ്റുവരാനും സാധ്യതകളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തിരുത്തുക. കമൻറ്റ് ബോക്സിൽ മാന്യമായിട്ടുള്ള രീതിയിൽ തിരുത്താൻ ശ്രമിക്കുക. അതിനാണ് ഞാൻ ഉറപ്പായിട്ടും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.